ഈ വീഡിയോ വിവിധ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉടനീളം നമ്മൾ നോക്കുന്നത്. സിറിയയുമായിട്ട് ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറിയ സുവൈദ സിറിയയുടെ കയ്യിൽ നിന്നും വിട്ടുപോയിരിക്കുകയാണ്. വിട്ടുപോകാനുള്ള കാരണം വേറെ ഒന്നുമില്ല, അമേരിക്ക ഇടപെട്ടു. അമേരിക്ക ഇടപെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ന് സിറിയയിലെ താൽക്കാലിക പ്രസിഡന്റായിട്ടുള്ള അഹമ്മദ് അൽ ജൊലാനിയുമായിട്ട് ടോം ബറാക്ക് സ്പെഷ്യൽ എൻവോയ് 4 മണിക്കൂറാണ് ചർച്ച നടത്തിയത്. 4 മണിക്കൂർ ചർച്ച നടത്തി ഒടുവിൽ തീരുമാനമായിരിക്കുന്നത് സുവൈദ മേഖലയിൽ ഇനി US-ന്റെ ട്രൂപ്പായിരിക്കും അവിടുത്തെ സെക്യൂരിറ്റി നോക്കി നടത്തുന്നത്. ഇനി മേലാൽ ഈ HTSന്റെ ഭാഗത്തുള്ള, അതായത് സിറിയയിലെ ഡമസ്കസ് ഭരണകൂടത്തിന്റെ യാതൊരു ഇന്റർഫിയറൻസും അവിടെ പാടില്ല. അവിടെ കംപ്ലീറ്റ് അവർ ഡീമിലിറ്ററൈസ് ചെയ്യണം. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് അവിടെ വരുന്ന ഇനി മലേഷ്യ തീവ്രവാദികളുടെ കംപ്ലീറ്റ് കാര്യങ്ങളും ഇനി അമേരിക്ക നോക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇസ്രായേലിന്റെ റോൺ ഡെർമർ അറിയാമല്ലോ, നെതന്യാഹുവിന് വളരെ വേണ്ടപ്പെട്ട വ്യക്തിയാണ് റോൺ ഡെർമറിനെയാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ ഇന്റലിജൻസിന്റെ വിഭാഗത്തിൽ നിന്ന് പല രീതിയിലുള്ള പ്രഷർ നെതന്യാഹുവിനെ നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ സ്പെഷ്യലായിട്ട് ഷിൻബറ്റിന്റെ ലീഡർ, അതായത് നെതന്യാഹു ട്രസ്റ്റ് വർത്തിയായിട്ട് ചർച്ചയ്ക്ക് അയച്ചുകൊണ്ടിരുന്ന പല ആൾക്കാരും ഈ ഖത്താർ ഗേറ്റ് എന്ന് പറഞ്ഞ ഇഷ്യൂവിൽ ഉൾപ്പെട്ട് പല രീതിയിലുള്ള അലിഗേഷൻസ് കൊണ്ടുവന്ന സമയത്ത് ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള US-ന്റെ അമേരിക്കയുടെ പൊളിറ്റീഷ്യൻസിനെയും കുറിച്ച് നല്ല രീതിയിൽ സ്റ്റഡി ചെയ്ത വ്യക്തിയായിട്ടുള്ള റോൺ ഡെർമറിനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ റോൺ ഡെർമറിന്റെ കളികളാണ് കംപ്ലീറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സിറിയ വീഡിയോ ഫോളോ ചെയ്യുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അമേരിക്ക നൈസൻ, അതായത് ഇസ്രായേലാണ് ശരിക്കും അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇസ്രായേൽ ഡ്രൂസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പല ആൾക്കാരും ഇസ്രായേലുമായിട്ട് നല്ല ബന്ധത്തിൽ തന്നെയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക ജസ്റ്റ് പേരിന് വേണ്ടി വന്ന് നിൽക്കുകയാണ്. കാര്യങ്ങളെല്ലാം ഇസ്രായേൽ തന്നെയാണ് മുന്നോട്ട് നീക്കുന്നത്. അപ്പൊ ഇതിനകത്ത് പല കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ഏജൻസികൾ, സിറിയയുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെന്റ് ഏജൻസികൾ ഒന്നും തന്നെ സുവൈദയിലുള്ളിൽ പ്രവർത്തിക്കാൻ പാടില്ല. ഇപ്പൊ ഇതില് സുവൈദ മാത്രമല്ല, ഇതിനകത്ത് ഡീമിലിറ്ററൈസ് ചെയ്യണം, അതായത് ഡിസാർമെന്റ് ചെയ്യണം. ഡിസാർമെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ, അതായത് സിറിയയുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള മിലിറ്ററി ഉപകരണങ്ങൾ, അത് ടാങ്കുകൾ, ഇതൊന്നും തന്നെ അവിടെ പാടില്ല. ഇതെല്ലാം നീക്കുക. എവിടെയൊക്കെ ഇരുന്ന്? ഗവർണറേറ്റ് ഓഫ് കൊനെഡ്ര, ദാര, സുബൈദ, ഈ 3 പ്രൊവിൻസുകളിൽ നിന്ന് എടുത്ത് മാറ്റുക. അപ്പൊ ലിറ്ററലി ഈ ഒരു 3 പ്രൊവിൻസും കൂടി സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്റ്റേറ്റ് ആയിട്ട് തന്നെ ഇനി അവർ മുന്നോട്ട് പോകും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിന് ശക്തമായ പിന്തുണ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. അമേരിക്കൻ ട്രൂപ്പ്, അത് തീവ്രവാദ സംഘടനയാണ്. ഈ TIP തീവ്രവാദ സംഘടന നടത്തിയിരുന്ന അമ്യൂണിഷൻസ് ഡിപ്പോയാണ് പൊട്ടിത്തെറിച്ചത്. അപ്പൊ അതിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് സിറിയൻ ഗവൺമെന്റ് സിറിയൻ ഒബ്സർവേഷൻ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓഫീസ് അവരിപ്പം സ്ഥാപിച്ചിട്ടുണ്ട്. പണ്ടേ ഉള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ എന്ത് ഹ്യൂമൻ റൈറ്റ്സ്? അപ്പൊ അതുകൊണ്ട് തന്നെ ഹ്യൂമൻ റൈറ്റ്സിനൊന്നും യാതൊരു വാല്യൂവും സിറിയ എന്ന് പറഞ്ഞ രാജ്യത്ത് കിട്ടാനില്ല. അത്രമാത്രം തീവ്രവാദികളും തീവ്രവാദ സംഘടനകളുമാണ് ഈ സിറിയയുടെ ഉള്ളിലുള്ളത്. സിറിയയിൽ ഇത്രയും നാളും ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റി അവരനുഭവിച്ചുകൊണ്ട് വന്ന ഈ ദുരിതങ്ങൾക്കൊക്കെ ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു ശമനം ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ 3 US ഹെലികോപ്റ്റേഴ്സ് സുവൈദ മേഖലയിൽ പട്രോളിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ്. അതിലുപരിയായിട്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ IDFന്റെ ഭാഗത്ത് നിന്ന് തന്നെ വന്നിട്ടുണ്ട്. ഇന്ന് മാത്രം 800 ട്രക്കുകളാണ്, എയ്ഡ് ട്രക്കുകൾ ഗാസയ്ക്കുള്ളിൽ കടത്തിവിട്ടത്. ആ എയ്ഡ് കടത്തിവിട്ടതിൽ തന്നെ ഹമാസ് പഴയതുപോലെ മാധ്യമ പ്രൊപ്പഗണ്ട, മീഡിയക്ക് മുന്നിൽ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ, അവർക്ക് വേണ്ടപ്പെട്ട ലേഡീസ്, അതായത് അവർക്ക് വേണ്ടപ്പെട്ട സ്ത്രീകളെയൊക്കെ അവർ ക്യാമറയുടെ മുന്നിൽ പോയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതായത് ഒരു എയ്ഡ് കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കണം. ആ ഒരു പ്രൊപ്പഗണ്ട, അതിന് ഒത്താശ ചെയ്യുന്ന ചില ലോക്കൽ മീഡിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ചില മീഡിയകളുടെ സഹായത്തോടു കൂടി അവർ ഈ ഒരു പ്രൊപ്പഗണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അത് തികഞ്ഞ പരാജയമായിട്ട് തന്നെ മാറിത്തീരുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എന്നാൽ ഇന്ന് മാത്രം 800 ട്രക്കുകൾ, അതിന്റെ ഫുട്ടേജ് ഒക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത്രയും എയ്ഡ് അവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. 800 ട്രക്കുകളൊക്കെ എയ്ഡ് കൊണ്ട് കൊടുത്താൽ തന്നെയും ഒരു ദിവസം നേരം ഇരുട്ടി വെളുക്കുമ്പോഴത്തേക്കും വീണ്ടും എയ്ഡ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത്രയും എയ്ഡുകൾ അവിടെ പോകുന്നുണ്ട് താനും. ഇതെല്ലാം ഈ ഭക്ഷണങ്ങളെല്ലാം എവിടെ പോകുന്നു എന്നാണ് നമുക്ക് അറിയാൻ പറ്റാത്തത്. That have entered Gaza and waiting for collection and distribution by the United Nations and the aid organizations to the residents of Gaza. We have operated to increase the numbers of trucks, extended the operating hours of crossings, coordinated the new roads for aid collection, and opened additional crossing. And yet the aid is still waiting to be collected by international aid organizations.
I want to emphasize Israel does not limit the number of trucks entering the Gaza Strip, and it is the collection issue that is preventing continuous delivery of humanitarian aid into Gaza. Despite the clear facts you can see behind me, Hamas is running a deliberate and false propaganda campaign that presents a distorted picture of the humanitarian situation, not out of concern for Gazian residents. സിറിയയുടെ വിഷയം അത് ഒന്നുകൂടി ആളിക്കത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് തണുപ്പിക്കാനാണ് അമേരിക്കയുടെ ഇടപെടൽ. ഇസ്രായേൽ കടുത്ത സമ്മർദ്ദം അമേരിക്കയുടെ മുകളിൽ പ്രയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സിറിയയുടെ വിഷയത്തിൽ നിന്നും അമേരിക്കയ്ക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റാത്തത്. കാരണം അമേരിക്കയുടെ നിർദ്ദേശത്തിനെ തുടർന്നാണ് ഇസ്രായേൽ ഇടപെടൽ നിർത്തിവെച്ചത്. അല്ലെങ്കിൽ ഇസ്രായേൽ തകൃതിയായിട്ട് സിറിയയ്ക്കുള്ളിൽ തലങ്ങും ആക്രമണം നടത്തുമായിരുന്നു. അപ്പം ആ ഒരു സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് കൊടുത്ത വാഗ്ദാനം, അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ഒറ്റ ദിവസത്തെ ആക്രമണത്തോടു കൂടി നിർത്തിവെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലിനോട് അമേരിക്ക ഏറ്റെടുത്ത കമ്മിറ്റ്മെന്റ് പൂർത്തീകരിക്കാൻ അവർ തയ്യാറാവേണ്ട സാഹചര്യത്തിലും നിർബന്ധത്തിലും തള്ളപ്പെട്ടിരിക്കുകയാണ് അമേരിക്ക. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അമേരിക്ക ഓൾറെഡി തന്നെ അവരുടെ ട്രൂപ്പിനെ ഡിപ്ലോയ് ചെയ്യുന്നുള്ളത് 3 ഹെലികോപ്റ്റേഴ്സിനെ അവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണം തന്നെ പ്രത്യേകിച്ചും ഇതാണ്. കാരണം ഈ ബെദൂവിയൻ ഗോത്രത്തിൽപ്പെട്ട ആൾക്കാർ അവരിപ്പോഴും ഈ സുവൈദയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലൊക്കെ തമ്പടിച്ചിരിക്കുകയാണ്. അതായത് ജസ്റ്റ് മരുഭൂമി പോലത്തെ സ്ഥലങ്ങളിൽ വന്നിട്ട് ടെന്റ് അടിച്ചിരിക്കുകയാണ്. അവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സുവൈദയ്ക്കുള്ളിൽ കയറി പോകുക എന്നുള്ളതാണ് സമയം കിട്ടുമ്പോഴൊക്കെ. അപ്പോൾ അതിനെ തടഞ്ഞ് HTSന്റെ ടീം മടുത്ത്. കാരണം HTSനും ഈ ബെദൂവിയൻ ഗോത്രത്തിനും ഒരേ എയിം തന്നെയാണ് ഉള്ളത്, ഒരേ ചിന്താഗതി തന്നെയാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ലെജിറ്റിമസി അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ് അഹമ്മദ് അൽ ഷറ ഈ കസേരയിൽ ഇരുന്നിട്ട് വളരെ തുച്ഛമായ മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലെജിറ്റിമസി കീപ്പ് ചെയ്യുക, ലെജിറ്റിമസി മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കാണിക്കുക, ലെജിറ്റിമസി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ പുള്ളിക്കൊരു ബാധ്യതയായി വന്നിരിക്കുകയാണ് ഇപ്പോൾ. കാരണം തീവ്രവാദിയാണ്, എങ്ങനെയാണ് ലെജിറ്റിമസി കൊണ്ടുപോകാൻ പോകുന്നത് എന്നുള്ളത് ഈ ആഗോളതലത്തിൽ തന്നെ പല രാജ്യങ്ങളും നോക്കിയിരിക്കുകയാണ്. അത് യൂറോപ്പ് ആയിക്കോട്ടെ, അമേരിക്ക ആയിക്കോട്ടെ, മറ്റുള്ള ലോകരാജ്യങ്ങളെല്ലാം നോക്കിയിരിക്കുകയാണ്. അതായത് ഈ ഒരു അൽ ഖയ്ദ പാരമ്പര്യത്തിൽ വന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു രാജ്യം ഡെമോക്രാറ്റിക്കലി കൊണ്ടുപോകാൻ കഴിയുന്നത്, അത് എങ്ങനെയാണ് തെളിയിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നോക്കിയിരിക്കുന്നത്. വലിയൊരു ചാലഞ്ച് തന്നെയാണ് അഹമ്മദ് അൽ ഷറാക്കി. അപ്പോൾ ഇപ്പം കൂടെയുള്ള കുറച്ച് ആൾക്കാരെ ഉപദേശിച്ച്, കാരണം ഈ HTS എന്ന് പറഞ്ഞ ആ ഫോഴ്സിൽപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അതായത് ഈ HTS എന്ന് പറയുന്നത് പല സംഘടനകൾ കൂടിച്ചേർന്ന സംഘടനകളാണെങ്കിലും ഈ HTS എന്ന് പറഞ്ഞ ആ ഒരു സംഘടനയിൽപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്. ആ ടീമിനെയാണ്, ആ വിശ്വസ്തരായ ആൾക്കാരെയാണ് ഇപ്പം സുവൈദയിൽ ഏർപ്പാടാക്കിയിരിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ സ്ഥിതിഗതികൾ മറിയും. അപ്പം ശരിക്കും പറഞ്ഞാൽ HTSന്റെ കൺട്രോളിൽ സുവൈദ നിൽക്കില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. അമേരിക്ക വരുന്നതിൻ്റെ ലക്ഷ്യം 2ആണ്. ഒന്ന്, അഹമ്മദ് അൽ ഷറയുടെ ലെജിറ്റിമസി, കാരണം അമേരിക്ക ഏറ്റെടുത്താണല്ലോ. ഡൊണാൾഡ് ട്രംപുമായിട്ട് ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത് ഗുഡ് ഗായ് എന്നൊക്കെ പറഞ്ഞ് ആർട്ടിലറി ഗൺസ് ഒക്കെ കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഹമ്മദ് അൽ ഷറയുടെ ലെജിറ്റിമസി കാത്തു സൂക്ഷിക്കുക എന്നുള്ളതിന്റെ ചുമതല അമേരിക്കയ്ക്കും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്ക ആ ഒരു വിഷയം കൂടി മനസ്സിൽ കരുതിയിട്ടാണ് ഇപ്പം സുവൈദയ്ക്കുള്ളിൽ ഇറങ്ങി വരുന്നത്. പക്ഷേ അത് ഇസ്രായേലിന് ലോട്ടറിയാണ്. കാരണം ഇസ്രായേലിന് വളരെ എളുപ്പത്തിൽ സുവൈദയുടെ ഉള്ളിൽ, അതുപോലെ തന്നെ സുവൈദയുടെ ഉള്ളിൽ കൊനെഡ്രയിൽ, അതുപോലെ ധാരാ മേഖലയിലൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ അവർ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതിലുപരിയായിട്ട് ഡേവിഡ് കോറിഡോറിന്റെ കരുക്കളുമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ ഇസ്രായേലിന് കുറച്ചുകൂടെ സഹായകരമാകും ഈ അമേരിക്കയുടെ കടന്നുവരവ്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.